ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഈവനിങ് വ്ളോഗാണ്. കുറേ നാളായല്ലോ നമ്മൾ ഒരു ഈവനിങ് വ്ളോഗ് എടുത്തിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും ഇല്ലേ. എനിക്ക് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ്. പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം, നല്ല പാടാണ്. അപ്പോൾ ഇതുമല്ല എന്തുവാ ഇടേണ്ടത്, നമ്മൾ ഡെയിലി ചെയ്യുന്നത് തന്നെ. ഏത് നേരം നമ്മൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതിനെക്കാട്ട് നല്ലത് എടുക്കാതിരിക്കുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ അത് മാത്രം എടുത്തിടുക, അത്ര തന്നെ, അത് തന്നെ നല്ലത്. പിന്നെ ഞാൻ ഇനി മുതൽ ഇടാം. തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പം ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ അമ്മമ്മയുടെ കുഴിയിലോട്ടൊക്കെ ഇന്ന് പോകുന്നുണ്ട്. ഇന്ന് അമ്മമ്മയുടെ ആണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അമ്മമ്മയുടെ കുഴിയിലോട്ട് പോകാം. രാവിലെ നമ്മൾ കയ്യൂട്ടീശോയുടെ പള്ളിയിലൊക്കെ പോയായിരുന്നു. അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ കൊല്ലത്തുനിന്ന് തന്നെ പ്രദീപ് പൂക്കടയിൽ നിന്ന് നമ്മൾ പൂമാലയും വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്മമ്മയുടെ കുഴിയിൽ പോയിട്ട് നമുക്ക് അങ്ങനെ റെഡിയായിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇന്നെങ്കിൽ അവിടുത്തെ പള്ളി പെരുന്നാളും കൂടെ, ഇന്ന് അവിടെ കൊടിയേറിയത് ഉള്ളായിരുന്നു. അപ്പം അവിടെ ആൾക്കാർ കാണും. പക്ഷെ ഇപ്പം പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി കിട്ടുന്നത് കാരണം നമ്മൾ പാരിഷ് ഹോളിലോട്ടാണ് ഇപ്പം മാസം എല്ലാം കൂടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ പഴയ പള്ളിയുടെ അടുത്താണ് നമ്മളെ സിമിത്തേരിയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പള്ളിയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ മുക്കം പള്ളി, പുതുതായിട്ട് കെട്ടുന്ന പള്ളി. ഇതിനെയാണ് ഞാൻ പഴയ പള്ളി എന്ന് ഉദ്ദേശിച്ചത്. കാരണം പഴയ പള്ളി റിനോവേഷൻ ചെയ്യുകയല്ലേ പുതുതായിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പഴയ പള്ളി എന്ന് പറഞ്ഞത്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വരുന്നത്. അവിടെ നമ്മൾ നേരെ നോക്കിയാൽ താന്നീ ബീച്ച് കാണാം, പിന്നെ കായൽ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഇനി നമുക്ക് സിമിത്തേരിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ അമ്മമ്മയുടെ കുഴി വന്നപ്പോൾ ഇവിടെ മൊത്തം പോച്ച. അത് മമ്മി ഇതെങ്ങനെ വൃത്തിയാക്കുകയാണ്. ഇവിടെ എല്ലാം നല്ല മാറ്റങ്ങളുണ്ട്. ഇവിടെ ഇപ്പം കല്ലറ എല്ലാം കെട്ടി. ഇപ്പം നമ്മൾ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ലാസ്റ്റായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പാണ്ടേ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. അപ്പോഴൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്താ എല്ലാം മാറ്റം. അങ്ങനെ മമ്മി അവിടെ കുഴിയെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പൂമാല ഇട്ട് കൊടുക്കുകയാണ്. മമ്മിയുടെ ചോദിക്കുകയാണ് കറക്റ്റാണോ എന്ന്. കാരണം നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അത് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കെട്ടി. പിന്നെ നമ്മൾ മെഴുകുതിരിയൊന്നും വാങ്ങിച്ചില്ല. കാരണം അവിടെ നല്ല കാറ്റാണ്. കടൽക്കാറ്റും കായൽക്കാറ്റും രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നതുകൊണ്ട് നല്ല അടിപൊളി കാറ്റാണ്. അത് കാരണം നമ്മൾ ചന്ദനത്തിരി വാങ്ങിച്ചായിരുന്നു. പക്ഷേ ആ ചന്ദനത്തിരി കത്തിക്കാൻ പെട്ട പാടി എനിക്ക് മാത്രമേ അറിയാം. നമ്മളവിടെ ഒരു പാക്കറ്റ് തീപ്പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു പാക്കറ്റ് തീപ്പെട്ടി അവിടെ നിന്ന് തീരും. അത്രയ്ക്കും കാറ്റാണ്. നമ്മൾ കത്തിക്കും അതണയ്ക്കും. കാറ്റ് വന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ആ ചന്ദനത്തിരി കത്തിച്ച് അവിടെ നമ്മൾ വെച്ചു. അവിടെ നമ്മൾ കുഴിയിൽ വെച്ചു. എന്നിട്ട് മരിച്ച ശസ്ത്രീകൾക്കുള്ള പ്രാർത്ഥനയും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ തിരിച്ച് പള്ളിയുടെ അവിടുത്തെ കുരിശടിയിലോട്ട് നമ്മൾ മെഴുകുതിരി വാങ്ങിച്ച് അവിടെ ഗീഡസുണ്യാളുടെ പെരുന്നാളല്ലേ, അതാണ് നമ്മൾ ഗീഡസുണ്യാളിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മെഴുകുതിരിയും കത്തിച്ചു. അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയുള്ള നാളെ കാണാൻ. ബൈ, സീ യു.